രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS ഇന്ത്യയിലെ ഏറ്റവും വലിയ NGO ആണെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. മാധ്യമങ്ങളിലെ അവതാരകരും രാഷ്ട്രീയ നേതാക്കളും പലപ്പോഴും ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കും. എന്നാൽ ഇവിടെ ഒരു അടിസ്ഥാന ചോദ്യം ഉയരും. RSS ഇന്ത്യയിലെ ഏറ്റവും വലിയ NGO ആണോ? അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അഥവാ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് രജിസ്റ്റർ ചെയ്യാത്തത്? ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം നോക്കേണ്ടത് വിദേശ സംഭാവന നിയമം അഥവാ FCRA ആണ്. ഇന്ത്യയിലെ NGOകൾക്ക് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാനും ഉപയോഗിക്കാനുമുള്ള ഒരു നിയമമാണിത്. 14,000-ലധികം സംഘടനകൾ FCRAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കണം, ഓഡിറ്റുകൾ നടത്തണം, കർശനമായ നിയമങ്ങൾ പാലിക്കണം. പല സംഘടനകളും നിയമലംഘനം കാണിക്കപ്പെട്ടുകൊണ്ട് അവരുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. സമീപകാലത്ത് FCRAയിൽ വന്ന ഭേദഗതിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. നിയമങ്ങൾ കൂടുതൽ കർശനമായും സുതാര്യമായും ഉത്തരവാദിത്തമുള്ളതുമാണെന്ന് NGOകൾ ആവശ്യപ്പെട്ടു. ഈ ചർച്ചകളിൽ RSS അനുകൂലികൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ അക്കൗണ്ടുകൾ ശുദ്ധമാണെങ്കിൽ പേടിക്കേണ്ടതെന്ന്. ഈ വാക്കുകൾ മറ്റ് NGOകളോട് അവർ തന്നെ പറഞ്ഞതാണ്. എന്നാൽ അതേ ചോദ്യം RSSനോട് ചോദിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ഉത്തരമുണ്ടാകാറില്ല. RSS ഇന്ത്യയിലെ ഏറ്റവും വലിയ NGO ആയി പ്രവർത്തിക്കുന്നെങ്കിൽ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എവിടെയാണ്? അവരുടെ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്? അവ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? അവർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് എന്തുകൊണ്ട് മടിക്കും? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനമായ ചിന്ത, വിദേശ ഫണ്ടുകൾ ഇല്ലാതെ നാട്ടിലെ സംഭാവനകളും വ്യക്തികൾ സംഭാവനകളും മാത്രമാണെങ്കിൽ പോലും രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഉത്തരവാദിത്വം വേണ്ടതില്ലേ? രജിസ്ട്രേഷൻ ചെയ്താൽ സുതാര്യമായ ഓഡിറ്റുകൾ നടത്തിയാൽ സംഘടനയുടെ വിശ്വാസ്യത ജനങ്ങളുടെ കണ്ണിൽ കൂടുതൽ ഉയരില്ലേ? ഇത് ഒരു പാർട്ടിസാൻ ചോദ്യമല്ല, ഇത് പൗരന്മാരുടെ ചോദ്യമാണ്. വിശ്വാസം സുതാര്യതയിലൂടെയാണ് വളർത്തപ്പെടുന്നത്. ഉത്തരവാദിത്വം ജനാധിപത്യത്തെ ശക്തമാക്കും. കർണാടക ആഭ്യന്തരമന്ത്രി അടുത്തിടെ RSSന്റെ രജിസ്ട്രേഷൻ വിധേയത്തിൽ ഒരു ചോദ്യം ഉയർത്തി. എന്നാൽ സാധാരണയായി സുതാര്യതയെ സംരക്ഷിക്കുന്ന ബൗദ്ധിക ശബ്ദങ്ങൾ ഇവിടെ നിശബ്ദമാക്കപ്പെടുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഗൗരവത്തോടെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യാഞ്ഞത്? നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. വലിയ സംഘടനകൾ അവരുടെ ആശയധാര എന്തായാലും ചെറിയ NGOകളെ പോലെ തന്നെ നിയമങ്ങൾ പാലിക്കേണ്ടതില്ലേ? തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്വം പൊതുജനങ്ങളുടെ വിശ്വാസത്തെ ദുർബലമാക്കുന്നില്ലേ? ചിലർക്ക് മാത്രം നിയമങ്ങൾ ബാധകമാണെങ്കിൽ ജനാധിപത്യത്തിൽ ഉത്തരവാദിത്വം എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമല്ല, നീതിയെക്കുറിച്ചുള്ളതാണ്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് NGOകൾ FCRA നിയമങ്ങൾ പാലിക്കുമ്പോൾ RSS വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട്? സമാനമായ മാനദണ്ഡങ്ങൾ ജനാധിപത്യ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. പൗരന്മാരായ നമ്മൾ ചോദിക്കേണ്ടത്, സുതാര്യത ഐഡിയോളജിക്കൽ മാത്രമാണോ അതോ അത്യാവശ്യമാണോ? ഉത്തരവാദിത്തം ചിലർക്ക് മാത്രമാണോ ബാധകം? എല്ലാവർക്കും ബാധകമല്ലേ? ഈ ചോദ്യങ്ങൾ ഏതെങ്കിലും സംഘടനയെ ദുർബലപ്പെടുത്താനല്ല, നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ്. അവസാനമായി ഓർക്കേണ്ടത്, സുതാര്യത ഒരു ഭാരമല്ല, മറിച്ച് അതൊരു ഉത്തരവാദിത്തമാണ്. അക്കൗണ്ടുകൾ ശുദ്ധമാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള RSS, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ NGO ആണെങ്കിൽ അതൊരു മാതൃകയായി മുന്നോട്ട് വരണം. രജിസ്റ്റർ ചെയ്ത് ഓഡിറ്റ് നടത്തി മറ്റെല്ലാവരോടും ആവശ്യപ്പെടുന്ന തുറന്ന നിലപാട് തന്നെ സ്വീകരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ അക്കൗണ്ട് ബുക്കുകൾ തുറന്നു കാണിക്കേണ്ടതാണ്. താങ്ക് യു.